നമസ്കാരം. കഴിഞ്ഞ ദിവസവും തത്വമി ന്യൂസിലെ ഒരു വാർത്തയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇത് വത്തിക്കാൻ സിറ്റി അല്ല, ഇത് പഴയ തുർക്കിയല്ല, ഇപ്പോഴത്തെ തുർക്കി മാറി. ഇത് കാനോൺ നിയമം പിന്തുടരുന്ന ഒരു രാജ്യമല്ല. ജനാധിപത്യ സംവിധാനത്തിലൂടെ ഇന്ത്യൻ ഭരണഘടന എഴുതി വയ്ക്കപ്പെട്ട ഒരു ഭരണഘടന പിന്തുടരുന്ന രാജ്യമാണ്. അവിടെ കന്യാസ്ത്രീകൾക്കും പള്ളിയിലച്ചന്മാർക്കും ബിഷപ്പുമാർക്കും സന്യാസിവര്യന്മാർക്കും ഉസ്താദുമാർക്കും മതപണ്ഡിതർക്കും രാഷ്ട്രീയക്കാർക്കും മന്ത്രിക്കും MLA-ക്കും പഞ്ചായത്ത് അംഗത്തിനും സാധാരണക്കാരനായ എനിക്കും ഒക്കെ ഒരേ നിയമമാണ്. ആർക്കും പ്രിവിലേജ് ഒന്നുമില്ല. തെറ്റ് ആര് ചെയ്താലും അത് തെറ്റായി തന്നെ അംഗീകരിക്കും. കോടതികൾ ഉണ്ട്, ന്യായാധിപന്മാരുണ്ട്, നിയമസംഹിതകളുണ്ട്. അതനുസരിച്ച് തീർച്ചയായിട്ടും ശിക്ഷ വിധിക്കുകയോ കുറ്റവിമുക്തരാക്കപ്പെടുകയോ ഒക്കെ ചെയ്യാം, തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ. അഭിഭാഷകനും എഴുത്തുകാരനും സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കൃഷ്ണരാജിന്റെ ഒരു പോസ്റ്റ്, കന്യാസ്ത്രീകൾക്ക് എന്താ കൊമ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് ഈ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു ചിത്രം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൽ കാണുന്നത് 2004 കാഞ്ചി കാമകോട്ടി മഠാധിപതി ശ്രീ ജയേന്ദ്ര സരസ്വതി സ്വാമികളെ കൊലക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്യുന്ന രംഗമാണ്. ഇതേ കേസിൽ ശ്രീ വിജയേന്ദ്ര സരസ്വതി സ്വാമിജിയെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 60 ദിവസത്തിൽ കൂടുതൽ ജയിലിൽ കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതിയാണ് ഇവരെ ജാമ്യത്തിൽ വിട്ടത്. 2013 189 സാക്ഷികളെ വിസ്തരിച്ച വിചാരണയ്ക്കൊടുവിൽ ഇരുവരെയും കോടതി കുറ്റവിമുക്തരാക്കുകയായിരുന്നു. BC 5-ാം നൂറ്റാണ്ടിൽ ആദിശങ്കരൻ സ്ഥാപിച്ച ഹിന്ദു സമാജത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്രമത്തിലെ മഠാധിപതിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഹിന്ദു സംഘടനകളും ഗുണ്ടായിസവും ഭീഷണികളുമായി തെരുവിൽ ഇറങ്ങിയില്ല. അന്ന് എല്ലാവരും പറഞ്ഞത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ്. കാരണം ഹിന്ദുക്കൾക്ക് രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നതാണ്. കൂടാതെ സ്വാമിമാർ കുറ്റക്കാരല്ല എന്ന ഉറച്ച വിശ്വാസവും. ഇപ്പോൾ നമ്മൾ കാണിക്കുന്ന പാതിരിമാരുടെ തെരുവിലെ ഗുണ്ടാ വിളയാട്ടങ്ങൾ, ഗ്വ വിളികൾ കുറ്റം ചെയ്തു എന്നറിയാവുന്നവരുടെ നിലവിളികളാണ്. കുറ്റം ചെയ്താൽ ആരായാലും നിയമ നടപടികൾ നേരിടേണ്ടി വരും. അത് കന്യാസ്ത്രീയാണെങ്കിലും പാതിരിയാണെങ്കിലും ബിഷപ്പാണെങ്കിലും മെത്രാനാണെങ്കിലും അല്ല, ഏത് ക്ലിമ്മീസ് ആണെങ്കിലും അത്ര തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ അദ്ദേഹം അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ ഈ രാജ്യത്തെ ഏത് പൗരനും കുറ്റം ചെയ്താൽ സമൂഹത്തിന് എതിരായുള്ള കുറ്റങ്ങൾ, അതെന്തുമാകട്ടെ, മോഷണമാകട്ടെ, പിടിച്ചുപറിയാകട്ടെ, കുലക്കുറ്റമാകട്ടെ, മനുഷ്യക്കടത്താകട്ടെ, നിയമം അനുശാസിക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾ തെറ്റിക്കുന്നത്, എന്തിന് ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്യുന്നത് വരെ കുറ്റമാണ് നമ്മുടെ നാട്ടിൽ. അത് സംശയമില്ലാത്ത കാര്യം. ഹെൽമെറ്റ് വെക്കുന്നത് മനുഷ്യന്റെ സുരക്ഷയ്ക്കാണ്. അതുപോലെ തന്നെ രേഖകൾ കൈവശം വെക്കുക എന്ന് പറയുന്നത്, അപ്പോൾ യാത്ര ചെയ്യുമ്പോഴായാലും ശരി, അല്ലെങ്കിൽ വണ്ടിയിൽ പോകുമ്പോഴായാലും ശരി, നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള രേഖകൾ ഉദ്യോഗസ്ഥർ ചോദിച്ചാൽ കാണിക്കേണ്ട ബാധ്യത, ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ഏത് കന്യാസ്ത്രീയായാലും ഏത് ബിഷപ്പായാലും മെത്രാനായാലും സ്വാമിയായാലും സന്യാസിയായാലും തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടും, കേസാകും, കോടതിയിലെത്തും. കോടതിക്ക് വേണമെങ്കിൽ അത് തെളിവുകൾ സഹിതമുള്ള തീരുമാനങ്ങൾ എടുക്കാം. എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് കോടതികൾ തെളിവുകൾ കണക്കാക്കി, കോടതിയുടെ വിവേചനാധികാരം കൂടി കണക്കാക്കിയാണ് അതൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ കന്യാസ്ത്രീകളുടെ കാര്യം NIA ബിലാസ്പൂർ ബെഞ്ച്, ഛത്തീസ്ഗഡിലെ ഹൈക്കോടതിയായ ബിലാസ്പൂർ ബെഞ്ചിലാണ് വരുന്നത്. 143 BNS പ്രകാരമുള്ള കേസാണ്. കേസ് എടുക്കുക തന്നെ ചെയ്യും, മറ്റ് നടപടികളും ഉണ്ടാകും. അതിപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ച ചോദ്യം ആവർത്തിക്കുന്നില്ല. കന്യാസ്ത്രീകൾക്ക് എന്താ കൊമ്പുണ്ടോ എന്ന ചോദ്യം ആവർത്തിക്കുന്നില്ല. പക്ഷേ ആർക്കും ഇവിടെ കൊമ്പൊന്നുമില്ല. എല്ലാവരും സാധാരണ മനുഷ്യർ തന്നെയാണ്. അതിനകത്ത് യാതൊരു സന്ദേഹവുമില്ല. ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.